എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ കൊമേഴ്സ് സിലബസിലെ മൂന്നാമത്തെ മൊഡ്യൂളായ ഫൈനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റിലെ ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് എ റെഗുലേറ്റഡ് മാർക്കറ്റ് പ്ലേസ് വേർ സെക്യൂരിറ്റീസ് ലൈക്ക് സ്റ്റോക്ക്, ബോണ്ട് ആൻഡ് ഡെറിവേറ്റീവ്സ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. സ്റ്റോക്ക്, ഡിബഞ്ചർ, ബോണ്ട്, ഡെറിവേറ്റീവ് പോലുള്ള സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റ് പ്ലേസ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള റോള് വഹിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ പ്രധാനമായിട്ടും രണ്ട് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഉണ്ട്. ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, അത് NSE എന്നാണ് പറയാം. രണ്ടാമത്തത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1992 കാര്യം ഓർത്തിരിക്കുക. ലൊക്കേഷൻ വരുന്നത് മുംബൈ ആണ്. അപ്പൊ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ലൊക്കേഷൻ വരുന്നത് മുംബൈ ആണ് കേട്ടോ. ദെൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50. അതെന്താണ് ബെഞ്ച്മാർക്ക് ഇൻഡെക്സ്? അതായത് ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരുപാട് കമ്പനിയുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓരോ ദിവസത്തെയും പെർഫോമൻസ് എന്താന്നുള്ളത് നമുക്ക് ഈ ബെഞ്ച്മാർക്ക് ഇൻഡെക്സിലൂടെ മനസ്സിലാക്കാം. അപ്പൊ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് അറിയപ്പെടുന്നത് നിഫ്റ്റി 50 എന്നാണ് കേട്ടോ. അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കണേ. അതായത് ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പ് 50 കമ്പനിയുടെ ഷെയർ പെർഫോമൻസ് ആണ് ഈ ഇൻഡെക്സിലൂടെ നമുക്ക് മനസ്സിലാവുക. ഓക്കെ. ദെൻ രണ്ടാമത്തതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ BSE. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1875 ഓർത്തിരിക്കുക. ലൊക്കേഷൻ വരുന്നത് മുംബൈ ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് ആണ് സെൻസെക്സ്. അപ്പൊ നിങ്ങൾ ഈ പേപ്പറിലും ടിവിയിലൊക്കെ കേട്ടിട്ടുണ്ടാവും സെൻസസ് ഇത്ര പോയിന്റ് ഇടിഞ്ഞു, അല്ലെങ്കിൽ സെൻസസ് ഇത്ര പോയിന്റ് മേലോട്ട് കയറി എന്നൊക്കെ ഉണ്ട്. അപ്പം ഇത് എന്താണ്? അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ടോപ്പിൽ വരുന്ന 30 കമ്പനിയുടെ പെർഫോമൻസ് ആണ്. അപ്പൊ അതിലൂടെ നമുക്ക് ആ ഒരു എക്സ്ചേഞ്ചിന്റെ ടോട്ടൽ പെർഫോമൻസ് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ക്ലിയർ ആയല്ലോ? അടുത്തത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്താണ്? ട്രേഡിംഗ് ഓഫ് സെക്യൂരിറ്റി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സ്റ്റോക്ക്, ബോണ്ട്, ഡെറിവേറ്റീവ്സ്. അതായത് സ്റ്റോക്ക്, ബോണ്ട്, ഡെറിവേറ്റീവ്സ് പോലുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങാനും വിൽക്കാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തത് ലിക്വിഡിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. അലൗസ് ഇൻവെസ്റ്റേഴ്സ് ടു ക്വിക്ലി കൺവേർട്ട് സെക്യൂരിറ്റീസ് ഇൻ ടു ക്യാഷ്. അപ്പൊ എന്താണ് ലിക്വിഡിറ്റി എന്നുള്ള ടേം മീൻ ചെയ്യുന്നത്? അതായത് നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഷെയർസ് അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റീസ് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ലിക്വിഡിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തതാണ് പ്രൈസ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ പ്രൈസ് ഡിസ്കവറി. എസ്റ്റാബ്ലിഷസ് ഫെയർ മാർക്കറ്റ് പ്രൈസ് ബേസ്ഡ് ഓൺ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഷെയർസിന്റെയും ഡിബഞ്ചേഴ്സിന്റെയും ഒക്കെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫംഗ്ഷന്റെ ബേസിൽ ഫെയർ ആയിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാനും സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ദെൻ അടുത്ത ഫംഗ്ഷൻ ആണ് മൊബിലൈസിംഗ് സേവിങ്സ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ചാനൽസ് പബ്ലിക് സേവിങ്സ് ഇൻ ടു പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് പബ്ലിക് സേവിങ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സേവിങ്സ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതും സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് കേട്ടോ. ദെൻ അടുത്തത് പ്രൊമോട്ട് ട്രാൻസ്പാരൻസി ആൻഡ് ഫെയർ ട്രേഡിംഗ്. എൻഫോഴ്സസ് സ്ട്രിക്ട് ഡിസ്ക്ലോസർ നോം ഫോർ ലിസ്റ്റഡ് കമ്പനീസ്. പ്രിവെന്റ് ഫ്രോഡ്, ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് മാർക്കറ്റ് മാനിപ്പുലേഷൻ. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്യണം. അപ്പൊ അതിലൂടെ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ട്രാൻസ്പാരൻസിയും അതേപോലെ തന്നെ ഫെയർ ട്രേഡിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഫ്രോഡുകളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിൽ നടക്കുന്ന മാനിപ്പുലേഷൻസും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത ഫംഗ്ഷൻ ആണ് പ്രൊവൈഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഓഫർ ഡൈവേഴ്സ് സെക്യൂരിറ്റീസ്. അതായത് ഇൻവെസ്റ്റേഴ്സിന് ഡൈവേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഡൈവേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ഫംഗ്ഷൻ ആണ്. അടുത്തത് സപ്പോർട്ട് റിസ്ക് മാനേജ്മെന്റ് ആണ്. ഫെസിലിറ്റേറ്റ് ട്രേഡിംഗ് ഇൻ ഡെറിവേറ്റീവ്സ് ഫോർ ഹെഡ്ജിങ്. അതായത് ഇൻവെസ്റ്റേഴ്സ് അവരുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡെറിവേറ്റീവ്സ്. അപ്പൊ അതിലൂടെ റിസ്ക് ഒരു പരിധി വരെ മാനേജ് ചെയ്യാൻ പറ്റും.
അപ്പൊ ഇത്തരത്തിലുള്ള റിസ്ക് മാനേജ്മെന്റിനെയും ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ അടുത്ത പോയിന്റ്, എൻകറേജ് കോർപ്പറേറ്റ് ഗവർണൻസ്. ലിസ്റ്റഡ് കമ്പനീസ് മസ്റ്റ് ഫോളോ റെഗുലേറ്റഡ് സ്റ്റാൻഡേർഡ്സ്, എൻഷോർസ് അക്കൗണ്ടബിലിറ്റി ആൻഡ് പ്രൊട്ടക്ട് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്. അതായത് ഈ ഷെയർ എക്സ്ചേഞ്ച് അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് ഒക്കെ നിർബന്ധമായിട്ടും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യണം. ഇപ്പൊ സെബിയുടെ റൂൾസ് ഉണ്ട്, SEC-യുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. ഇതൊക്കെ ലിസ്റ്റഡ് കമ്പനീസ് ഫോളോ ചെയ്യണം. അപ്പൊ അതിലൂടെ കോർപ്പറേറ്റ് ഗവർണൻസിനെ എന്ത് ചെയ്യാൻ പറ്റും, എൻകറേജ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതും സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫംഗ്ഷൻ ആണ്. അടുത്ത പോയിന്റ് ആണ് ആക്ട് ആസ് ആൻ ഇക്കണോമിക് ഇൻഡിക്കേറ്റർ. സ്റ്റോക്ക് മാർക്കറ്റ് ട്രെൻഡ്സ് റിഫ്ലക്ട് ഇക്കണോമിക് ഹെൽത്ത്. അതായത് ഒരു രാജ്യത്തിന്റെ ഇക്കോണമിയുടെ ഹെൽത്ത് നമുക്ക് ആ സ്റ്റോക്ക് മാർക്കറ്റ് ട്രെൻഡിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റ് ആണ് പ്രധാനപ്പെട്ടത്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പൊ ഇതിന്റെ പെർഫോമൻസിലൂടെ നമുക്ക് ഈ രാജ്യത്തിന്റെ ഇക്കോണമി എങ്ങനെയാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇതിന് അടുത്തത് ഹെൽപ്സ് ഇൻ ഗവൺമെന്റ് ഫണ്ട് റൈസിങ്. ഗവൺമെന്റ് ഇഷ്യൂസ് ബോൺസ് വിയ എക്സ്ചേഞ്ച്. അതായത് ഗവൺമെന്റിന് ഫണ്ട് ആവശ്യമാണ്, അല്ലെ, ലോങ് ടേം ഫണ്ട് ആവശ്യമാണ്. അപ്പൊ ഈ ലോങ് ടേം ഫണ്ട് റേസ് ചെയ്യാൻ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ പറ്റും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഗവൺമെന്റ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അത് ട്രഷറി ബില്ല്, സോവറൈൻ ബോണ്ട് ഒക്കെ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ അടുത്തത് ബൂസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ്. അതാണ് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ. അതായത് ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് കൊടുക്കുക, അല്ലെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാം, അവരെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതും സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്ന്, വിച്ച് മെക്കാനിസം എൻഷോർസ് that securities can be quickly converted into cash? Option A, liquidity. Option B, volatility. Option C, inflation. Option D, deflation. അതായത് സെക്യൂരിറ്റീസ് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന മെക്കാനിസം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ലിക്വിഡിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പിന്നെ അടുത്ത് നോക്കൂ, വാട്ട് റോൾ ഡസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്ലേസ് ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ? ഓപ്ഷൻ എ, ഇറ്റ് ഡിസ്കറേജ് പബ്ലിക് സേവിങ്സ്. Option B, it channels savings into investment. Option C, it only deals with physical asset. Option D, it replaces bank. അപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്യാപിറ്റൽ ഫോർമേഷൻ എങ്ങനെയാണ് നടത്തുന്നത്? അതായത് ഇൻഡിവിജ്വൽസിന്റെ സേവിങ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് ചാനലൈസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ടാണ്, അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആവുന്നുണ്ടല്ലോ, അല്ലെ? ദെൻ അടുത്തത്, വാട്ട് ഈസ് ട്രാൻസ്പാരൻസി ഇമ്പോർട്ടന്റ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? വൈ transparency is important in stock exchange? Option A, to hide companies' financials. Option B, to prevent fraud and ensure fair trading. Option B, to benefit only large investors. To reduce the number of listed companies. അപ്പൊ എന്തുകൊണ്ടാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രാൻസ്പാരൻസി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വേണം എന്ന് പറയാൻ കാരണം? അതായത് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഫ്രോഡും അതേപോലെ തന്നെയുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ. അതേപോലെ തന്നെ ഒരു ഫെയർ ട്രേഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി അടുത്ത ചോദ്യം നോക്കൂ, വാട്ട് ടെക്നോളജി ഈസ് കോമൺലി യൂസ്ഡ് ഇൻ മോഡേൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? ഓപ്ഷൻ എ, പേപ്പർ ബേസ്ഡ് ട്രേഡിംഗ്. ഓപ്ഷൻ ബി, ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. ഓപ്ഷൻ സി, ഓൺലി ടെലിഫോൺ ട്രേഡിംഗ്. ഓപ്ഷൻ ഡി, മാനുവൽ ഓപ്ഷൻ ട്രേഡിംഗ്. അതായത് ഇന്നത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണ്? അതായത് പണ്ടൊക്കെ പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ നടന്നിരുന്നത്. പക്ഷെ ഇന്നൊക്കെ എന്താണ്, ഓൺലൈൻ ആണ്, അല്ലെ. എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആണ്. നമുക്കിപ്പോ ഗ്രോ പോലുള്ള ആപ്പുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നാലും ഓൺലൈൻ ആയിട്ട് തന്നെ നമുക്ക് കമ്പനീസിന്റെ ഷെയർസും ഡിബഞ്ചേഴ്സും മ്യൂച്വൽ ഫണ്ട് ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും, അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മൾ ഫ്രീ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എക്സാം എഴുതുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. ഓക്കെ, താങ്ക് യു.